നമസ്കാരം. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് കൂടി എത്തിയിരിക്കുകയാണ്. കേരളത്തിന് എന്തൊക്കെയാണ് കിട്ടിയത്? ഇന്നിറങ്ങിയ പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകൾ വായിച്ചാൽ വളരെ രസകരമാണ്. കരയാമ, കടലാമ, തേങ്ങ തുടങ്ങിയവയാണ് പ്രധാന ഹെഡിങ്ങുകൾ. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടിയത്? കേരളത്തിന് എന്തെങ്കിലും നമുക്ക് ബജറ്റിൽ കാര്യമായി കിട്ടിയിട്ടുണ്ട്? കേരളത്തിൽ ആനമുട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമമുട്ട എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് വലിയ വലിയ നിരാശയായിപ്പോയി. കാര്യം അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു ബജറ്റ് ദയനീയമായ അവസ്ഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇത് ശത്രുതാപരമായ സമീപനത്തോടെ പെരുമാറുന്ന ഒരു ബജറ്റായിപ്പോയി. എത്രയോ കാലത്ത് ആവശ്യങ്ങൾ മുമ്പിലുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഒരു പ്രോജക്റ്റ് നമുക്ക് തരാതെ ഈ കടലാമ ഒരു പദ്ധതി, കടലാമ ഒരു പ്രോജക്റ്റ് മാത്രമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് വെച്ചാൽ ഒരു നേട്ടമില്ല. പാരിസ്ഥിതികമായി സംഭവിക്കുന്ന ഒരു ഗുണകരമായ ഒരു സാധനം. എനിക്ക് തോന്നുന്നു ട്രംപിനെ മേപ്പെടുത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും. കാര്യം കടലാമകളെ സംരക്ഷിച്ചാൽ മാത്രമേ അവർ ചെമ്മീൻ വാങ്ങിക്കൂ എന്നുള്ളത്, ഇന്ത്യൻ ചെമ്മീൻ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് കേരളത്തിന്റെ ചെമ്മീൻ മേഖലയ്ക്ക് ഒരു ചെറിയ നേട്ടമുണ്ട്. പക്ഷെ ഇപ്പൊ ട്രംപ് ഈ തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ചെമ്മീൻ അമേരിക്കൻ വിപണി വിട്ടിട്ട് അവർ യൂറോപ്യൻ വിപണിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല പൈസ അവർക്ക് അതിനകത്ത് കിട്ടുന്നത്. അമേരിക്കയിലേക്ക് അയക്കുന്ന അത്ര ചെലവില്ല. പിന്നെ പുതിയ EU കരാർ വരുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങോട്ട് അയക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഈ കടലാമ പദ്ധതി കൊണ്ട് കടലാമക്കല്ലാതെ കേരളത്തിന് വലിയ കാര്യമായി നേട്ടം. കേരള സർക്കാരിന്റെ സംരക്ഷണ പദ്ധതി എത്രയോ പ്രോജക്റ്റുകൾ കോഴിക്കോട് വിഴിഞ്ഞത്തൊക്കെ എത്രയോ പ്രോജക്റ്റുകൾ കേരളത്തിലാണ്. പിന്നെ തെങ്ങ് ഗവേഷണം കേരളത്തിൽ കാര്യമായി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക സർവകലാശാല കീഴിലുള്ള തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങൾ എത്രയോ പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ് തൈകളൊക്കെ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ തന്നെ ഇതുണ്ടാക്കി. അതുകൊണ്ടാണ് അവർ ഈ താങ്ങുവിലക്ക് അതുകൊട്ടെ ഇവർ ഈ താങ്ങുവില വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ഗുണകരമായത്. കർഷകർക്ക് ഒരു പ്രയോജനമില്ലാത്ത വളത്തിന്റെ സബ്സിഡിയൊക്കെ എടുത്തു കളഞ്ഞു. വളത്തിന്റെ ഒക്കെ ഇരട്ടി വിലയാക്കി. അപ്പോൾ കാർഷിക മേഖല കൂടെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ ബജറ്റിലൂടെ ഉണ്ടായി. തീർച്ചയായും. ഇല്ല, പല വർഷങ്ങളായിട്ട് കേട്ട് കേൾക്കുന്ന ഒരു സംഭവമാണോ എയിംസ്? മറ്റൊന്ന്, ഈ ബജറ്റിന്റെ തൊട്ട് മുമ്പ് വരെ, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് വരെ ചർച്ചയിൽ ലൈവായിട്ട് നിന്നൊരു കാര്യമാണ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി. എയിംസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇപ്പൊ എയിംസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം സുരേഷ് ഗോപിയുടെ പേരാണ് പറയുന്നത്. സുരേഷ് ഗോപിയാണ് ആദ്യം ഓർമ്മ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി MP ആയ സമയം മുതൽ, രാജ്യസഭ അഭിപ്രായ സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് എയിംസ്. അത് തൃശ്ശൂർ വേണോ, ആലപ്പുഴ വേണോ, തിരുവനന്തപുരത്ത് വേണോ, കോഴിക്കോട് വേണോ, കണ്ണൂർ വേണോ, ഞാൻ എവിടെയായാലും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഈ അവഹേളിതനാകുന്ന, പരിഹാസ്യനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സുരേഷ് ഗോപിക്കൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഒരു സ്വാധീനമില്ലാതെ ഇപ്പോൾ മനസ്സിലായി. അദ്ദേഹം ഇത്രയും കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പറഞ്ഞിരുന്ന എയിംസിനാണ്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥലമില്ല. ഈ ഇപ്പൊ പറയുന്നത് സ്ഥലം എടുത്ത് കൊടുക്കാത്തതാണ്. ഈ എയിംസ് ഒക്കെ പ്രഖ്യാപിക്കുന്ന സ്ഥലം എടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും എയിംസ് വരാൻ പാടില്ല. ഇപ്പോഴത്തെ ബജറ്റിൽ അനുവദിച്ച സംസ്ഥാനങ്ങളിൽ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇനിയാണ് അതിന്റെ സ്ഥലം കണ്ടുപിടിക്കുന്നത്. അവരൊക്കെ ആവശ്യപ്പെടും. കേരളം സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ട് എത്ര കാലമായി? എവിടെ വേണം അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്ര സ്ഥലം വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ടും ഇത് അവഗണിക്കുന്നത് നിരാശാജനകമായി പോയെന്നതാണ്. ഹൈസ്പീഡ് റെയിൽ അത് വലിയ പ്രതീക്ഷയായിരുന്നു. റെയിലിനെതിരെ വലിയ സമരവും വിപ്ലവമൊക്കെ നടത്തിയവരാണ് അവരൊക്കെ. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി ലഭിക്കത്തക്ക രീതിയിൽ അവരുടെ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചു. ഇതിനകത്ത് ബജറ്റ് അവതരണ വേളയിൽ KN ബാലഗോപാൽ പറഞ്ഞതാണ്, ഈ റെയിൽ തന്നെ വേണമെന്നില്ല. നമുക്കൊരു പദ്ധതിയുടെ പേരിലോ അതിന്റെ സാങ്കേതിക വിദ്യയിലോ സംസ്ഥാനത്തിന് ഒരു തർക്കവുമില്ല. ഏത് തരത്തിലെങ്കിലും ഒരു ഹൈസ്പീഡ് യാത്രാ സൗകര്യം കേരളത്തിന് ലഭിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നാൽ സംസ്ഥാനം പൂർണ്ണമായും സ്വാഗതം ചെയ്യും, അതിന് പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതാണ്. ആ ബജറ്റ് കഴിഞ്ഞപ്പോഴാണ് ശ്രീധരൻ, ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ ഈ പ്രോജക്റ്റുമായിട്ട് വരുന്നത്. സംസ്ഥാന സർക്കാരിനെ അവഹേളിച്ചോട്ടൊക്കെ സംസാരിച്ചു. പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങുമെന്നൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഓഫീസ് തുടങ്ങുന്ന ഒരു പുതരിയല്ല. അദ്ദേഹം പണ്ട് ഇലക്ഷൻ മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസം 5 വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നേ. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസും MLA ഓഫീസും ഒക്കെ തുറന്ന ആളാണ് ശ്രീധരൻ. അദ്ദേഹം പൊന്നാനിയിൽ ഒരു ഓഫീസ് തുറക്കുമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടാൽ ഉദ്ഘാടനം നടത്തി. അപ്പൊ ഈ ബജറ്റിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ ശ്രീധരൻ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായും അമിത്ഷായായും നിർമ്മലാ സീതാരാമനായും ബഹുമാനപ്പെട്ട സകല BJP നേതാക്കളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് കേരളത്തിൽ അവരുടെ പൊളിറ്റിക്കൽ ലൈൻ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കക്ഷിയാണ് ശ്രീധരൻ ബോധ്യമുണ്ട്. എന്നിട്ടും അദ്ദേഹം മുൻകൈ എടുത്ത് കൊണ്ടുവന്ന് ഈ പദ്ധതി പരിഗണിച്ചില്ല എന്ന് പറയുന്നു. സംസ്ഥാനത്തിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നുള്ള സൂചന കിട്ടിയിട്ടായിരിക്കാം ശ്രീധരൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ കൊണ്ട് അവിടെ പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ ശ്രീധരൻ സുരേഷ് ഗോപിയെ പോലെ തരം താഴ്ന്നു പോയി എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ജനം അങ്ങനെയാണ് കാണുന്നത്. കാര്യം ശ്രീധരൻ പ്രഖ്യാപിക്കുമ്പോൾ ഉറപ്പായി കൊച്ചി മെട്രോ നടപ്പിലാക്കുന്നത്, ഡൽഹി മെട്രോയുടെ
നടപ്പിലാക്കിയ മനുഷ്യനാണ്, വലിയ ആളാണ്. പുള്ളി ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതെ അതെ അപ്പൊ ആൾക്കാരും വിചാരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരുമായി ഇത്രയധികം ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് ഈ പദ്ധതി വരും എന്ന് വരും എന്ന് മനസ്സിലാക്കും. തന്നെയാണ് മനസ്സിലായത്. പക്ഷെ കേന്ദ്ര സർക്കാർ ഒരു ഇദ്ദേഹത്തിന് ആലുവ മണപ്പുറത്ത് വെച്ചേണ്ട പരിചയം പോലും ഇല്ലാത്തൊരവസ്ഥയിലായി പോയി മറ്റു. ബജറ്റ് അത് ഒരു പരാമർശം പോലും അതിനകത്തില്ല എന്നുള്ളത്. അതെ, പക്ഷെ ഉണ്ട്, ഹൈവേ സ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ട്, പക്ഷെ കേരളം ഇല്ല. ഏഴ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ്. അതെ. ആ 7 ഒരിടത്ത് പോലും കേരളം പറ്റില്ല. കേരളം ഇല്ല. അതാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണന. അതായത് നമ്മളിന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നില്ല. ഇപ്പൊ നമുക്ക് വിദേശത്തൊക്കെ പോകാൻ ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് കണക്ട് ഇല്ല. അതേസമയം നമ്മൾ ഇവിടെ നിന്ന് എന്താ പോകുക, ചെന്നൈയിലോ ബാംഗ്ലൂരോ ഇറങ്ങി അവിടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിച്ചാണ് പോകും. അത്തരത്തിൽ പോകണമെന്നാണ് ഇന്ന് നമ്മുടെ കേന്ദ്ര റെയിൽ മന്ത്രി പറഞ്ഞതായിട്ടാണ് സൂചന. അതെ, കേന്ദ്ര റെയിൽ മന്ത്രിയുടെ പ്രതികരണം ഭയങ്കര ലജ്ജാവഹമായി പോയി. കാരണം കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്നവരാണ്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മംഗലാപുരത്ത് പോകുമ്പോഴത്തേക്ക് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ കയറി യാത്ര ചെയ്ത് നമ്മൾ മ്യൂസിയം കാണാൻ പോകുന്ന പോലെ ഇത് കാണാൻ വേണ്ടി പോകുന്നതാണ്. അല്ലല്ലോ, റെയിൽ ഈ ഹൈസ്പീഡ് റെയിൽ എന്നത് നമുക്ക് കൗതുകത്തിന് വേണ്ടി സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനമല്ല. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്ഥാനം. അതായത് ഇതുവരെ തന്ന പദ്ധതികളൊന്നും കേരളം നടപ്പിലാക്കി, ഇതുവരെ തന്ന ഏത് പദ്ധതിയാണ് നടപ്പിലാക്കാത്തതെന്ന് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ പഠിച്ച് പറയണം. ഏത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്? അദ്ദേഹം അത് പഠിച്ചിട്ടില്ലെന്നുള്ള കാര്യം വാസ്തവമാണ്. കേന്ദ്ര സർക്കാരിന്റെ എത്രയോ പ്രോജക്റ്റുകളുടെ ഭംഗിയെ നടക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്രമന്ത്രിമാർ തന്നെ കേരളത്തിന് അഭിനന്ദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ദേശീയപാത വികസനത്തിന് നിതിൻ ഗഡ്കരി മന്ത്രിയായിരുന്ന സമയത്തും അതിനുശേഷവുമല്ല കേരളമാണ് ഏറ്റവും അധികം സഹായകരമായ നിലപാടെടുത്തതെന്ന് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു. പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം എടുക്കുന്ന എഫർട്ടിനെ കുറിച്ച് അഭിനന്ദനാർഹമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കിയാണ് രാജീവ് ചന്ദ്രശേഖരൻ വെറും രാഷ്ട്രീയമായി ഇത് പറയുന്നത്. അവർക്ക് പറയാനൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇത്രയൊന്നും കൊണ്ടുവന്ന് പറയാനൊന്നും അവർക്കൊരിക്കലും ഒരു കേന്ദ്രത്തിലെ ഒരു സമ്മർദ്ദം ചെലുത്തി ഒരു പദ്ധതി നമ്മുടെ ഈ ബജറ്റിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള സ്വാധീനം അവർക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചു, വലിയ ആവേശവും ആഹ്ലാദമായിട്ട് ജയിച്ചു, വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ 45 ദിവസത്തിന് 30 ദിവസമായി 45 ദിവസത്തിന് പദ്ധതി കൊണ്ടുവരും, നരേന്ദ്രമോദിയെ കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഇപ്പൊ പുത്തരിക്കണ്ട മൈതാനത്ത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആ കാര്യം ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. അപ്പൊ ആ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ബഡ്ജറ്റിനകത്ത് അത് ഉൾപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവേശപൂർവ്വം കാത്തിരുന്നപ്പോൾ പക്ക രാഷ്ട്രീയ പ്രസംഗം നടത്തി അദ്ദേഹം കേരളത്തിലെ കുറെ തെറിയും പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു, കോൺഗ്രസിനെ കുറെ വിമർശിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ നമ്മൾ വിചാരിച്ചെന്താണ് ഇതൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംസ്ഥാന നേതാക്കൾ BJP നേതാക്കൾ നമുക്ക് തന്ന പ്രതീക്ഷ ഏതാണ്? ബഡ്ജറ്റ് വരട്ടെ കാണാമെന്നാണ് പറഞ്ഞത്. ബഡ്ജറ്റ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ പ്രോജക്റ്റ് ഉണ്ടാവുന്നതാണ്. ഓരോ നഗരസഭയ്ക്കും ഈ പദ്ധതികൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇൻഡോറിന് വന്നിട്ടുണ്ട്, കൽക്കട്ടയ്ക്ക് വന്നിട്ടുണ്ട്, എവിടെയെല്ലാം അഹമ്മദാബാദിന് വന്നിട്ടുണ്ട്. പ്രത്യേക പദ്ധതികൾ ഓരോ നഗരസഭയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരത്ത് മെട്രോപൊളിറ്റൻ നഗരമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ കേന്ദ്ര വരും ഇതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ പരിഗണിച്ച അത്ര പരിഗണന പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പറയുന്നത് കേരളത്തിന്റെ എന്താ പറയുക അർഹമായ ഒരു പദ്ധതി വിഹിതത്തിൽ അവർ കൈയിട്ട് വരികയാണ്. അതായത് വിഴിഞ്ഞം, ചവറ, കൊച്ചിയിലെ അപ്പൊ അതിനകത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വളരെയധികം ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടും. നമുക്ക് ഏതാണ്ട് 10-14,000 കോടി രൂപ നമുക്ക് ഇനിയും കിട്ടാനാണ്. ഈ പൈസ ഒന്നും കിട്ടുന്നില്ല, അർഹമായ വിഹിതം തരുന്നില്ല. അപ്പോൾ സാമ്പത്തികമായി കേരളം വലിയ ഞെരുക്കത്തിലാണ്. ഈ ഞെരുക്കം മറികടക്കാൻ വേണ്ടി ഈ ബജറ്റിൽ KN ബാലഗോപാൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തനത് വരുമാനം വർദ്ധിപ്പിക്കുക, തദ്ദേശീയമായി നമുക്ക് കിട്ടാവുന്ന മുഴുവൻ സോഴ്സിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനമായിട്ടാണ് ചവറ, കൊച്ചി, ധാതുകുട ഇത് കൊണ്ടുവന്നത്, കോറിഡോർ കൊണ്ടുവന്നത്. അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് വളരെ വലിയൊരു വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു. കേന്ദ്രത്തിന് റോയൽറ്റി മാത്രം കൊടുത്താൽ മതി, GST വീതവും കൊടുത്താൽ മതി, വലിയൊരു വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു. അത് പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രോജക്റ്റ് ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇതറിഞ്ഞിട്ട് തന്നെ ആകണം ഈ കേന്ദ്ര ബജറ്റിൽ ഈ കോറിഡോർ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഉൾപ്പെടുത്തി ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കേരളം വരുന്ന ഒരു റെയർ എർത്ത് മിനറൽ കോറിഡോറാണ്. അപ്പൊ അതിനകത്ത് അത് വരുമ്പോഴത്തേക്ക് കേന്ദ്രത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് കേന്ദ്രം ഈ പബ്ലിക് അണ്ടർടേക്കിങ്സ്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്രം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പിരിച്ചുവിടുകയും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായും ഇത് വൻകിട കമ്പനിയിലേക്ക് പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കാത്ത കേന്ദ്രം ഈ കോറിഡോറിന്റെ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നതും സ്വകാര്യ മേഖലയ്ക്ക് തന്നെയാണ്. ഈ സ്വകാര്യ മേഖല ഇവിടെ വന്ന് നമ്മുടെ ചൂഷണം ചെയ്തുകൊണ്ടുപോകും. നമുക്ക് കിട്ടുന്നതോ
നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് റോയൽറ്റി ഇനത്തിലുള്ള GST യുടെ GST വിഹിതം തന്നാൽ തന്നു. അതാണല്ലോ ഇപ്പൊ കിട്ടാതിരിക്കുന്നത്. അപ്പൊ ഈ റോയൽറ്റി ഇനത്തിൽ വരുന്ന വളരെ ചെറിയൊരു 10% താഴെയുള്ള ഒരു പൈസ മാത്രമേ പലരും കിട്ടാവൂ. അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള അവരുടെ അല്ല, ഉയർച്ച. അത് കാരണം അതിനാണല്ലോ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്. കൂട്ടാൻ പോയ കമ്പനികൾ എത്ര കമ്പനികളായിട്ട് നമ്മൾ ലാഭത്തിലേക്ക് കൊണ്ടു. അപ്പൊ അത് കേന്ദ്രത്തിന് എപ്പോഴും എന്തെങ്കിലും പ്രൈവറ്റൈസേഷൻ ആണ് കേന്ദ്രത്തിന് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രൈവറ്റൈസ് ചെയ്യും, നമ്മുടെ ധാതുക്കൾ അവർ കൊണ്ടുപോകും, കേന്ദ്രം കുറച്ച് പൈസ ഉണ്ടാക്കും. അതുപോലെ ഈ സ്വകാര്യ കമ്പനി എനിക്കൊന്ന് അദാനിയൊക്കെ ഇപ്പോൾ ഏതാണ്ട് മിനറൽസ് രംഗത്തേക്ക് കണ്ടുവച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. കേരളം ഇനിയിപ്പോ ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകണ്ട എന്നുള്ളത് പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് പൈസ തരികയില്ല, നമുക്ക് കിട്ടാവുന്ന പൈസകൾ മുഴുവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് സമാനമാണ് ഇത് വരുന്നത്. നമ്മള് വരുന്ന ഈ ധനകാര്യ കമ്മീഷന്റെ ഒരു നിർദ്ദേശങ്ങൾ ഇന്നലെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാല് GST വിഹിതം അതായത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഇത്ര ശതമാനം അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് 15ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അത് 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. കേരളം ആവശ്യപ്പെട്ടത് അംഗീകരിച്ചില്ല. കേരളത്തിന് 11,000 കോടി എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ നമുക്ക് കണക്ക് നോക്കുമ്പോൾ 9,856 കോടി അത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന നികുതി വിഹിതം. കേന്ദ്ര നികുതി വിഹിതത്തിൽ 16 അപ്പൊ ഈ 11,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ പറ്റും. യഥാർത്ഥത്തിൽ കേരളത്തിനാണ് ഇപ്പൊ അനുവദിച്ച അധിക നികുതി വിഹിതം 0.465% മാത്രമാണ് അനുവദിച്ചത്. അതോടുകൂടി നമുക്ക് മൊത്തം നമ്മുടെ കേരളത്തിന്റെ വീതം 2.382 ആവും. അപ്പൊ ഇത് ഇത്രയും നമുക്ക് കിട്ടുന്നത് ഈ വെറും ഈ 0.465% വർദ്ധിപ്പിച്ചതിനാണ് ഒരു 11,000 കോടിയുടെ കണക്കെടുത്ത് വെച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം കൂടെ മനസ്സിലാക്കണം. ആസാമും കേരളവും ഏതാണ്ട് ഒരേ ജനസംഖ്യയിലുള്ളവരാണ്, ഏതാണ്ട് ഒരേ സ്വഭാവമുള്ളത്. ആസാമിന് ലഭിക്കുന്ന നികുതി വീതം 3.26%. അത് ആലോചിച്ച് നോക്കണം. ആസാമിന് 3.26%, കേരളത്തിന് അതിൽ താഴെ 1% അധികം താഴെയാണ് കേരളത്തിന് ലഭിക്കുന്നത്. 16 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള അരുണാചലിന്റെ നികുതി വീതം 1.354. 16 ലക്ഷം മാത്രമാണ്. ഇവിടെ കേരളത്തിൽ 3 കോടി ജനങ്ങൾ. അപ്പൊ സർക്കാരിന്റെ ഒരു കേരളത്തിലുള്ള സമീപനം നോക്കണം. ഒഡീഷയ്ക്ക് ലഭിക്കുന്നത് 4.42, ഛത്തീസ്ഗഡിന് 3.31, രാജസ്ഥാൻ 5.91. ഏറ്റവും കൂടുതൽ നികുതി വീതമുള്ളത് UP-ക്കാണ്. അവരുടെ സ്വന്തം സർക്കാർ കാലങ്ങളെ കൂടുതലാണ്. 17.6. അതൊന്നും അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ബാധകമല്ല. 17.62% UP-ക്ക്, 9.95% ബീഹാറിന്, മധ്യപ്രദേശിന് 7.34 ഉണ്ട്, ബംഗാളിന് 7.22, മഹാരാഷ്ട്രയ്ക്ക് 6.44, ആന്ധ്രയ്ക്ക് 4.2. അവിടെയാണ് കേരളത്തിന് 2.3, 4.65% വർധന വരുന്നത്. അപ്പോൾ 36,355 കോടി രൂപ അടുത്ത വർഷം നമുക്ക് നികുതി വിഹിതമായി കിട്ടുമെന്നാണ് പറയുന്നത്. ഇതേസമയം UP-ക്ക് കിട്ടുന്നതാകട്ടെ എത്ര ജനസംഖ്യ വർദ്ധിപ്പിച്ചത്? UP-ക്ക് കിട്ടുന്ന നികുതി വിഹിതം 17.6%, 2.69 ലക്ഷം കോടിയാണ്. മധ്യപ്രദേശിന് 1.12 ലക്ഷം കോടി, ബീഹാറിന് 1.52 ലക്ഷം കോടി, മഹാരാഷ്ട്രയ്ക്ക് 98,306 കോടി, രാജസ്ഥാന് 90,445 കോടി, ഒഡീഷയ്ക്ക് 67,460 കോടി, ആസാമിന് 49,725 കോടി. ഈ പറഞ്ഞ 16 ലക്ഷമുള്ള അരുണാചലിന് 20,665 കോടി. അപ്പോഴാണ് നമുക്ക് കേരളത്തിന് കിട്ടുന്ന 33,000 സംതിങ് നമുക്ക് കിട്ടുന്നത്. അത് ഈ 33,000 ഈ 11,000 കോടി രൂപ അധികം എന്ന് പറയുമ്പോൾ മറ്റൊരു വസ്തുത മനസ്സിലാക്കണം. ഇത് നമുക്ക് എത്രമാത്രം ഗുണം ചെയ്യും? അതായത് 2021-26 റവന്യൂ കമ്മി ഗ്രാന്റ് 16 ധനകാര്യ കമ്മീഷൻ നിർത്തലാക്കി. അത് ഈ വർഷം മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ നമുക്ക് ഏതാണ്ട് കിട്ടേണ്ട പൈസയിൽ 33,000 കോടി രൂപ വിവിധ നികുതി ഇനങ്ങൾ നമുക്ക് കുറയും. വീണ്ടും 33,000 കോടിയല്ല, ഇതിന് ബാക്കി കണക്കെടുത്ത് വരുമ്പോൾ ഏതാണ്ട് 40,000-42,000 കോടി രൂപയ്ക്ക് മുകളിൽ ഈ വിവിധ ഗ്രാന്റുകൾ റവന്യൂ കമ്മി പൂജ്യമാക്കണം എന്നുള്ള നിർദ്ദേശം പറഞ്ഞ് ആ ഗ്രാന്റ് നിർത്തലാക്കുമ്പോഴും അതിന് സമാനമായി മറ്റ് ചില ഗ്രാന്റുകളും വിഹിതങ്ങളൊക്കെ അവസാനിപ്പിക്കാനും പറയുന്നു. അതെല്ലാം കൂടെ നമുക്കൊരു 46,000 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം വരും. നമുക്ക് ലഭിക്കുന്നത് 11,000 കോടി. നമുക്ക് ഈ 11,000 അല്ലെങ്കിൽ 9,000 അതിനകത്ത് കുറച്ചാൽ ഏതാണ്ട് 30,000 കോടി രൂപ നോക്കപ്പോഴും നഷ്ടമാണ്. പക്ഷെ ജനത്തിന്റെ മുമ്പ് അവർ പറയുന്നത് ഇതാണ്, ഈ കോർപ്പറേറ്റ് നികുതിയൊക്കെ ഒരുപാട് റിലാക്സേഷൻ കൊടുത്തു. നമുക്ക് കോർപ്പറേറ്റ് നികുതി നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്.
കേരളത്തിന് കിട്ടുന്നത് 10,672 കോടി രൂപയാണ് കോർപ്പറേറ്റ് നികുതി ഇനത്തിൽ കിട്ടുന്നത്. ആദായ നികുതി ഇനത്തിൽ 12,937 കോടി രൂപയും കിട്ടും. ഇതിൽ കോർപ്പറേറ്റ് നികുതി അവർ കൃത്യമായി നികുതി അടയ്ക്കാത്ത ഏക കക്ഷികൾ കോർപ്പറേറ്റ് അവർക്ക് ഭയങ്കര ഇളവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നികുതിയിൽ എത്ര നമുക്ക് ഇനി കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അവിടെ പിരിഞ്ഞ് കിട്ടുന്നതല്ലേ നമുക്ക് തരാൻ കിട്ടും. നമുക്ക് ഇപ്പം കറക്റ്റ് പറഞ്ഞ റവന്യൂ ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് 2021-26 കാലയളവിൽ ലഭിച്ചത് 37,814 കോടി രൂപയാണ്. ഇതാണ് ഈ 37,814 കോടി രൂപയാണ് ഒറ്റയടിക്ക് നിർത്തലാക്കി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കത്തിച്ചു നിർത്തിയ വിഷയമായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. ആശാ വർക്കർ അതാണ് അതിനകത്ത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പെന്നല്ലേ നമ്മുടെ സംസ്ഥാനത്ത്? ഇരട്ടത്താപ്പല്ല, ബി ജെ പിയുടെ ബീജമായ പ്രവൃത്തി എന്ന് വേണം പറയാൻ. ഇരട്ടത്താപ്പ് ആ വാക്കൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആശാ വർക്കർമാർക്ക് കേരളം കൊടുക്കുന്ന പോലെ ഉള്ള സഹായം ഒരു സംസ്ഥാനം കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഇവിടെ ആശാ വർക്കർമാരെ ചില രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സമരം നടത്തിക്കൊണ്ടത്. ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുമ്പ് സമരം വളരെ ശക്തമായി നടത്തിക്കൊണ്ടത്, പ്രാദേശിക തലത്തൊക്കെ നടത്തിയപ്പോൾ ബി ജെ പി നേതാക്കളുടെ അവിടെ സുരേഷ് ഗോപി, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയൊക്കെ അവിടെ ചെന്ന് എന്തെല്ലാം ഷോയാണ് കാണിച്ചു. കുട കൊടുക്കുന്നു, അവർക്ക് കൊണ്ട് കുട കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ വന്ന് ഞങ്ങൾ ഇപ്പം അങ്ങ് കൂട്ടിക്കളയെന്ന് പറയുന്നു, എല്ലാം ചെയ്തു. സച്ചിദാനന്ദനെ പോലുള്ള ഇടതുപക്ഷത്തേക്ക് പല ഘട്ടങ്ങളിലും അനുകൂലിച്ചുകൊണ്ടിരുന്ന സച്ചിദാനന്ദനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ, സാഹിത്യകാരന്മാരൊക്കെ പിണറായി വിജയൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുക. പക്ഷെ ഇപ്പൊ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ 1000 രൂപ പോലും കൂട്ടാൻ തരാനില്ല. ആശാ വർക്കർമാരുടെ കാര്യം, അംഗൻവാടി ടീച്ചർമാരുടെ കാര്യം, ഇത്തരത്തിലുള്ള ഏറ്റവും താഴേക്കിടെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർക്ക് വേണ്ടി 1000 രൂപ കൂട്ടാൻ ഇതിന് തൊട്ട് മുമ്പ് സംസ്ഥാന ബജറ്റിൽ കൂട്ടി കൊടുത്തു. 1000 രൂപ കൂട്ടിക്കൊടുത്ത് ഭയങ്കര ആശ്വാസം തന്നു. അപ്പൊ സംസ്ഥാന ബജറ്റ് കൂട്ടിയപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ ബജറ്റാണ്, ഇലക്ഷൻ സമയമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 750 രൂപയെങ്കിലും കൂട്ടുമെന്ന് വിചാരിച്ചാൽ. പക്ഷെ ഒരു പൈസ കൂട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് സച്ചിദാനന്ദൻ വളരെ ശക്തമായി ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതികരിക്കാൻ സച്ചിദാനന്ദനെ പോലെ ഈ ആശാസമരത്തിന്റെ പിന്തുണച്ച സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറാവുന്നതാണ് ഞാൻ. അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അടുത്താണ്. ഇതാണ് അവരുടെ അതെ. അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി ഈ BJP, സംസ്ഥാനത്തെ BJP എന്ത് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകും? അത് വീണ്ടും നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കും അവർ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത്. ഇനി അവർ ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെ പറയും എന്ന് എനിക്കൊന്ന് ശ്രദ്ധിക്കും. കാരണം ഈ ശബരിമല അവർ ഉപയോഗിക്കുന്നത്, ഞാൻ ഈ നാമജപ ഘോഷയാത്ര നടക്കുമ്പോഴും അന്നത്തെ ഈ ശബരിമല യുവതി പ്രവേശനത്തിനുള്ള സമരം നടക്കുമ്പോഴും ഇവർക്ക് ആചാരവുമായി ഭയങ്കര ബന്ധമുള്ളവരാണ്. അവർ ഭയങ്കര ഭക്തിയാണ്. ആചാരം ലംഘിക്കപ്പെട്ടതുകൊണ്ട് ഇവരുടെ ഭക്തി ഒലിച്ചു പോയി. അതുകൊണ്ടാണ് അവർ സമരം ചെയ്തതെന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെ ഇവിടുന്ന് കെട്ടും കെട്ടി സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ പോകുന്നു, ആചാരം സംരക്ഷിക്കും, ഹിന്ദുക്കളെ നശിപ്പിക്കാമെന്ന സർക്കാരിനെ നശിപ്പിക്കും. എന്തുമാത്രം പ്രചരണമാണ്. ഇപ്പൊ തന്നെ ശരണം വിളിച്ചുകൊണ്ടാണ് പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ പ്രധാനമന്ത്രി വന്നപ്പോഴത്തേക്ക് അയ്യപ്പന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. രാജീവ് ചന്ദ്രശേഖരൻ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചവർക്ക് അയ്യപ്പനടുത്തും ശബരിനടുത്തും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഈ ശബരി റെയിൽപാതയുടെ കാര്യം വന്നപ്പോൾ ആ സ്നേഹമെല്ലാം തിരിച്ചു. അതിന് ഒരു പരാമർശമില്ല. ഒരു പരാമർശം. ഇത്രയും കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഇവര് ശബരിമല അയ്യപ്പനെ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ഭക്തി ഉണ്ടെങ്കിൽ ശബരി റെയിൽപാതയ്ക്ക് കുറച്ച് പൈസ അനുവദിക്കാൻ ഒരു കാലത്ത് ശക്തമായ സജീവ ചർച്ചയായിരുന്ന പിന്നീട് കേന്ദ്രം അത് ഉപേക്ഷിച്ചു. ജനുവരി രണ്ടാമത്തെ ആഴ്ച ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നിർത്തിവെച്ചിരിക്കുന്നത്. അത് ഡയറക്ട് ബോർഡ് ചേർന്ന് പുനരുജ്ജീവിച്ചു. അന്ന് BJP നേതാക്കളോട് ഞങ്ങൾ ശബരി രാജീവ് ചന്ദ്രശേഖർ ഓരോ സമയവും ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നു. അതായത് സംസ്ഥാനത്തിന്റെ BJP നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് കൊണ്ടുവരുന്നു, പിൻവലിച്ചു. ഞങ്ങൾ ഇപ്പൊ ശബരി റെയിൽപാത നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷ ശബരി റെയിൽപാത വരും, നല്ലൊരു വികസനം വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരക്ഷരം ഈ ബജറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി അവർ ശബരിമല അയ്യപ്പനെ പിടിക്കാൻ പോകുന്നു. അടുത്ത ഇലക്ഷൻ വരാൻ പോകുമാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു. അത് വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിന്റെ കര ഇട്ട് തുടങ്ങി, അതിന്റെ ഇതിട്ട് തുടങ്ങി. ഇഡിയെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ദേവസ്വം മന്ത്രിമാരായിരുന്ന CPM നേതാക്കളിൽ അത് പ്രതിയാക്കുക, അവർക്ക് നോട്ടീസ് അയക്കുക, മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുക. പണ്ട് KT ജലീലിന് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതുപോലെ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചോദ്യം ചെയ്തതുപോലെ, ഈ ഖുറാനകത്ത് സ്വർണ്ണക്കടത്തുണ്ടായതെന്ന് പറഞ്ഞതുപോലെ അത്തരം ചില കാര്യങ്ങൾ നടത്തുക. അതിനു വേണ്ടി അവർ ശബരിമല അയ്യപ്പനെ ഉപയോഗിക്കും. അല്ലാതെ അയ്യപ്പന്റെ വികസനത്തിന് വേണ്ടിയോ പമ്പയുടെ വികസനത്തിന് വേണ്ടി അവർ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നന്ദി മോദി, മുടങ്ങിക്കിടന്ന ശബരി ഗുരുവായൂർ പാതകൾക്ക് റെയിൽവേ ബോർഡിന്റെ അനുമതി എന്നാണ് അതിനകത്ത് ഹെഡിങ് കൊടുത്ത് വിവിധ പടങ്ങൾ കൊടുത്ത് അദ്ദേഹം വിവിധമായിട്ട്, അതായത് കേരളത്തിലെ BJP നേതാക്കളുടെ ഇടപെടലാണ് അതിന് കാരണമെന്നാണ് അതിന് ഉയർത്തിക്കാട്ടിയിരിക്കുന്ന പ്രധാന കാര്യം. പക്ഷെ ബജറ്റ് വന്നപ്പോൾ ബിഗ് സീറോ. ആ പദ്ധതികൾക്ക് ആമമുട്ട
അതാണ് ആമമുട്ട. എന്താണ് ഇതിനകത്തുള്ള പ്രത്യേകത മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് അവർ കാണിക്കുന്നതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടും പൊളിറ്റിക്കൽ സ്റ്റണ്ടും മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ബിജെപിയുടെ ഒരു അത് സംഭവം. മാത്രമാണ് കാർഷിക മേഖലയ്ക്കാണ്. കാർഷിക മേഖലയ്ക്ക് ഇതുവരെ അനുവദിച്ചുകൊണ്ടിരുന്ന തുകയേക്കാൾ കുറഞ്ഞ പൈസ ഇപ്പൊ ആകെ അനുവദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പ്രതിരോധത്തിന് മാത്രമാണ് പൈസ കൂട്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കി മുഴുവൻ കുറച്ചതാണ്. പിന്നെ പല പല കൃഷിയൊക്കെ സഹായമൊക്കെ അനുവദിച്ചിട്ടുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന ഭയങ്കര ഇതായിട്ട് കൊണ്ടുവന്നാണ്. ഇവിടെ വന്ന് കാർഡ് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അതായത് കോർപ്പറേഷന്റെ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് നടത്തിയ ഇതിനകത്ത് വെച്ചിട്ട് കിസാൻ കാർഡൊക്കെ വിതരണം ചെയ്തതാണ്. കാര്യം അവർക്ക് വായ്പ എടുക്കാൻ രീതിയില്ല. അതിനകത്ത് വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. അതിന് വിഹിതം ഇല്ല. അതെ, അതിനകത്ത് വിഹിതമില്ല. ഇത് ഇത്തരത്തിൽ കുറെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് പറഞ്ഞത്. കാർഷിക മേഖലയ്ക്കകത്ത് അത് വളരെ കൃത്യമായി പറയാം. നമുക്കത് ഒരു വലിയ കോർപ്പറേറ്റുകളെ സഹായിച്ചതിന്റെ 10-1 കാർഷിക മേഖലയ്ക്ക് സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറഞ്ഞ നേരത്തെ പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ 4 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത 4 ദിവസം മുമ്പാണ് പറഞ്ഞത്. വിശ്വാസികൾക്കും സംസ്ഥാനത്തിന്റെ വികസനത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അങ്കമാലി, ശബരിമല, ഗുരുവായൂർ, തിരുനാവായ റെയിൽപാതകൾ. ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനൊപ്പം ഗുരുവായൂരിനും തിരുവനാവായയ്ക്ക് ഇടയിൽ വിശ്വാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും പുതിയ പാതയിലൂടെ സാധിക്കും. കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ഇന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. വികസിത കേരളവും സംരക്ഷിത കേരളവും വിശ്വാസ സംരക്ഷണവും ഉറപ്പാക്കാൻ BJP NDA നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിന് തുടക്കമാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പോസ്റ്റിന് നല്ല പ്രാധാന്യം കിട്ടിയത് ഇന്നലെ ഈ ബജറ്റിനകത്ത് അവർ ഈ ശബരി റെയിൽപാതയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ അതിനകത്ത് തന്നെ പറഞ്ഞു. കഴിഞ്ഞ 11 കൊല്ലമായി കാത്തിരിക്കുകയാണ്. 12-ാം വർഷമാണ്. 12-ാം വർഷം കാത്തിരിക്കുമ്പോഴും ബജറ്റിനകത്ത് ഒരു വലിയ ബിഗ് സീറോ ആണ്. അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവര് ഈ ധനക്കമ്മി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ധനക്കമ്മി വെട്ടിക്കുറയ്ക്കുന്നത് നമുക്ക് അധികം ചെലവ് വരുന്ന മേഖലകളിലാണ് ഇത് കുറയ്ക്കാൻ. അതായത് കോർപ്പറേറ്റ് കൊടുക്കാനുള്ള നികുതി കൂട്ടിക്കൊടുക്കുകയും അവരിൽ നിന്ന് കിട്ടാനുള്ള നികുതി പിടിച്ചെടുക്കുകയും ചെയ്താണ് സാധാരണ ഗതിയിൽ ധനക്കമ്മി കുറയ്ക്കേണ്ടത്. പക്ഷെ ഇത് കൈവരിക്കുന്നത് ഏതൊക്കെ പേര്? രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷി വകുപ്പിന്, കൃഷിയിൽ PM പോഷൻ കൃഷി വകുപ്പിൻ്റെത്, PM ജൈവ കൃഷി വകുപ്പിൻ്റെത്, PMSY വിള ഇൻഷുറൻസ് പദ്ധതി, ഇതിലെല്ലാം വിഹിതം വെട്ടിക്കുറച്ചിട്ടാണ് ഇവർ ധനക്കമ്മി കുറയ്ക്കുന്നത്. ആലോചിച്ചോളൂ. ഇതൊക്കെ കേരളത്തിന് വലിയ തിരിച്ചടിയാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് ഇപ്പൊ കേരളത്തിൽ കാർഷിക മേഖലയിൽ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഇനി വേറെ SC/ST വിഭാഗങ്ങൾക്ക് വടക്കുകിഴക്കൻ മേഖലയിൽ SC/ST വിഭാഗങ്ങൾക്ക് കാര്യമായി വിഹിതം കൊടുത്തത് അതും വെട്ടിക്കുറച്ചു. ഇവരെ എന്തുകൊണ്ടാണ് ആശാനാഥൻ ഡെപ്യൂട്ടി സ്പീക്കറാക്കിയത്? ആശാനാഥൻ ഡെപ്യൂട്ടി സ്പീക്കറാക്കിയത് നമ്മൾ പിന്നോക്ക വിഭാഗങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചില ഗിമിക്ക് വന്നത്. അതേ ഉള്ളൂ. അത്തരം വിഭാഗങ്ങൾക്ക് കിട്ടുന്ന നികുതി അവർക്കുള്ള ഈ വിഹിതം പോലും വടക്കിഴക്കൻ മേഖലയിലുള്ള മുഴുവൻ വിഹിതവും ഇത് കുറച്ച് കഴിഞ്ഞു. അപ്പൊ ഇവരുടെ ന്യൂനപക്ഷ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ, സാമൂഹിക ക്ഷേമം എന്നിവയുടെ വിഹിതം കുറച്ചു. പിന്നെ വനിതകൾക്കുള്ള പദ്ധതികളിൽ 51,114 കോടി രൂപയാണ് വെട്ടിക്കുറച്ചു. അതായത് കേരളം ഇവിടെ വനിതകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതിയും വനിതകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷാ സംവിധാനം ഏറ്റവും കൂടുതൽ പൈസ സ്ത്രീ സുരക്ഷയ്ക്ക് അനുവദിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വനിതകൾക്കുള്ള പദ്ധതിയിൽ 51,114 കോടി രൂപയാണ് കുറച്ചത്. ഇനി ഒരു കാര്യം കൂടെ നോക്കണം. വളം, ഭക്ഷ്യം, പെട്രോളിയം സബ്സിഡി വെട്ടിക്കുറച്ചു. ഈ പെട്രോളിയം സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത് അവർക്ക് ഉപയോഗിക്കേണ്ട ഡീസലും മറ്റനുബന്ധ കാര്യങ്ങളിലും വരുമ്പോഴത്തേക്ക് അത് മത്സ്യബന്ധന മേഖലയിൽ വലിയ പ്രശ്നമായി മാറും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ധനകാര്യ കമ്മീഷൻ പറഞ്ഞ ഗ്രാന്റുകൾ, വിഹിതങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള കൈമാറ്റത്തിൽ 2.404 ലക്ഷം കോടിയുടെ കുറവാണ്. ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച് നിർദ്ദേശിച്ച ഈ വിഹിത കൈമാറ്റത്തിൽ കുറവ് വരുത്തി. അത് അങ്ങനെ കുറവ് വരുമ്പോഴാണ് കേരളത്തിൽ 33,000 കോടി രൂപ നഷ്ടപ്പെടുന്നത്. ഈ 2,04,000 രൂപ അല്ലെങ്കിൽ 2,04,000 രൂപയിൽ 33,000 കോടി കേരളത്തിലാണ്. ബാക്കിയാണ് 26 സംസ്ഥാനം. അപ്പൊ 2 കോടിയിൽ 33 ബാക്കി 1,67 ലക്ഷം കോടിയാണ് ബാക്കിയുള്ളവർക്ക് വരുന്നത്. ഇതാണ് കേരളത്തിലാണ് അതിനകത്തൊരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP എന്ത് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ എത്തും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം. വളരെ കൃത്യമായി എനിക്കൊരു സംശയം അല്ലാതെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്.
കേന്ദ്ര സർക്കാർ വളരെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഒരു സർവേ നടത്തും. എല്ലാ സംസ്ഥാനങ്ങളും ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് സാധ്യതകൾ, ആരൊക്കെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, എന്താണ് രാഷ്ട്രീയ സാഹചര്യം, എന്തായിരിക്കണം പ്രചരണത്തിന് കൊടുക്കേണ്ടത്, ഇത് എല്ലാ വർഷവും കാലാകാലങ്ങളും നടക്കുകയാണ്. ഇത്തവണ അവരുടെ കണക്കെടുപ്പെല്ലാം കണക്കെടുപ്പ് കഴിഞ്ഞു. ഏതാണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരു മാസം, ജനുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെയാണ് ഈ റിപ്പോർട്ട് ആവുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിക്കാണും, സ്വാഭാവികമായും BJPക്ക് കിട്ടിക്കാണും. കിട്ടിയ സാഹചര്യത്തിൽ കേരളത്തിൽ അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ബോധ്യം ഉണ്ടായില്ല. 5 മണ്ഡലത്തിൽ, അതായത് 35-40 മണ്ഡലം കേരളത്തിൽ സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇവരൊരു 5-6 മണ്ഡലങ്ങളെ ക്ലാസ് ജയിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. വട്ടിയൂർക്കാവ്, നേമം, മഞ്ചേശ്വരം, ആലപ്പുഴ, ഈ കഴക്കൂട്ടം, ഇത്തരം ചില മണ്ഡലങ്ങളിലൊക്കെ അവർക്കൊരു സാധ്യതയുണ്ടെന്നുള്ള ധാരണ അവർക്കുണ്ട്. അപ്പൊ ഈ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്ര അവഗണിക്കില്ല. എന്തെങ്കിലും ഇലക്ഷൻ ഇതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് വേണ്ടിയുള്ള അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ഈ മണ്ഡലത്തിലെങ്കിലും വരുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നൽകി. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടിൽ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാൻ പറ്റുന്ന ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ദേശീയ നേതാക്കൾ പറഞ്ഞു ഇതൊരു തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉയർത്തിയ ചോദ്യം അതാണ്, ഇലക്ഷൻ വരാൻ പോകില്ല, 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ എന്നിട്ട് പോലും നിങ്ങളിങ്ങനെ പരിഗണിക്കാത്തതാണ്. അത് ഈ ബഡ്ജറ്റ് കൃത്യമായി വായിക്കാത്തവരുടെ പ്രശ്നമാണ്. ഈ ബഡ്ജറ്റ് കൃത്യമായി വായിച്ചാൽ അറിയാം, 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ 4 സംസ്ഥാനങ്ങളിലും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ബംഗാളിൽ അവരുടെ വിഹിതം വർദ്ധിപ്പിച്ചു കൊടുത്തു, പദ്ധതികൾ കൊടുത്തു. തമിഴ്നാട്ടിൽ റെയിൽ കോറിഡോർ, അങ്ങനെ എത്ര പദ്ധതികൾ തമിഴ്നാട്ടിൽ കൊടുത്തു. ഇത്തരം ഈ 5 സംസ്ഥാനങ്ങളിലും ഒരു പദ്ധതി കൊടുക്കുമ്പോൾ കേരളത്തിന് മാത്രമേ അവഗണിച്ചു. അവഗണിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അല്ല, റിപ്പോർട്ടുകൾ അങ്ങനെയാണ് നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം, സംസ്ഥാന നേതാക്കളെ കേന്ദ്രത്തിന് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലുമില്ല. കാരണം ഇന്നലെ നമ്മുടെ ബജറ്റ് പ്രഖ്യാപന വേളയിൽ BJPയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നിരുന്നു, മാധ്യമങ്ങളിലെല്ലാം വരണം, ബജറ്റ് പ്രഖ്യാപനം നമ്മൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഒരുമിച്ചിരുന്ന് കാണുന്നു, കണ്ട ശേഷം അതിന്റെ പ്രതികരണം തരുന്നു എന്നുള്ളതാണ്. പ്രഖ്യാപനം വന്നു തുടങ്ങി കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ നേതാക്കളുടെ മുഖമൊക്കെ മാടി എന്ത് പറയണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഒരു രീതി. സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കാനല്ലാതെ, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോട് ഉന്നയിക്കാനല്ലാതെ ഒരു നേട്ടവും ഈ ബജറ്റിൽ അവർക്ക് പറയാനില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞെന്താണ്, ഇതുവരെ ഭരണമില്ലെങ്കിൽ ഇങ്ങനെ കേന്ദ്രം തരുമെന്ന് ചോദിച്ചു. എത്ര അഹങ്കാരത്തോടെ ചോദിക്കുന്നത്. ഈ അശ്വിനി വൈഷ്ണവ് ചോദിച്ചതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചത്. ഈ കേരളത്തിലെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, വോട്ടർമാരെ അവരെന്ത് ഇതിലാണ് കാണുന്നത്, എത്ര വിലയാണ് വോട്ടർമാരെ കൊടുക്കുന്നത്, അവഹേളിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് ഇലക്ഷൻ നേരിടും. അവർക്ക്, അതായത് സുരേഷ് ഗോപിയെ അവർക്ക് വിശ്വാസമില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഈ ശ്രീധരനെങ്കിലും വിശ്വാസം കാണുന്നു, ഈ ശ്രീധരന് വിശ്വാസമില്ല. ഇവർക്കൊന്നും അതിനുള്ള സ്വാധീനം. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച രാജീവ് ചന്ദ്രശേഖരന് ദേശീയ നേതാക്കളുടെ വലിയ സ്വാധീനം ഉണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇടപെടാണ് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരനൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ ഒരു അവസ്ഥ വരില്ല. ഒന്നുകിൽ അവർ സമ്മതിക്കണം അവർക്ക് സ്വാധീനമില്ലെന്ന്, അല്ലെങ്കിൽ അവർ സമ്മതിക്കണം ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്, പക്ഷെ അവർ നമ്മളടുത്ത് പറയണ കേരളത്തിലൊന്നും തന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് തരുന്നില്ല എന്ന് അവർ സമ്മതിക്കണം. അവർക്ക് സ്വാധീനമില്ലെന്ന് ജനം മനസ്സിലാക്കണം. അത് കേരളത്തിനോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇത് ജനം തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവർ എന്ത് പറഞ്ഞാണ് ഇത് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഈ കേരളത്തിലെ നേതാക്കളെല്ലാം കൂടെ ഇന്നും നാളെയുമായി ധനമന്ത്രിയെ പോയി കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പ്രസംഗം നടത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും 1-2 പദ്ധതിയെങ്കിലും കേരളത്തിന് കിട്ടും. അങ്ങനെ ഒരു അവസരമെങ്കിലും ഈ BJP നേതാക്കൾ ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ഈ ശ്രീധരൻ്റെയൊക്കെ വില ഇത്രയും വലിയ പദ്ധതികൾ നടപ്പിലാക്കിയ വളരെ ബഹുമാന്യനായ ഈ ശ്രീധരനൊക്കെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന 2 ദിവസം മുമ്പിലുണ്ട്. തെളിയിച്ചാൽ BJPക്കും അദ്ദേഹത്തിന് കൊള്ളാം. അതോടൊപ്പം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് കുറച്ചെങ്കിലും മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം. അതുതന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.